അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അന്വേഷിച്ച് അവിടെയും ഇവിടെയും ഓടി നടക്കുന്ന അടിസ്ഥാനമില്ലാത്ത ക്രിസ്ത്യാനിയോട് ഒരു വാക്ക്. ഏവർക്കും നമസ്കാരം. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ നന്നേ മഴ പെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഓഡിയോ അത് വേണ്ടതുപോലെ ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ലിയർ ആക്കാൻ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്. മഴയുടെ ശബ്ദം നമുക്ക് ഉള്ളിൽ കുളിര് കോരുന്നതാണ് എന്നതുകൊണ്ട് മഴയുള്ള സമയത്ത് റെക്കോർഡ് ചെയ്യരുത് എന്ന സാധാരണ ആളുകളുടെ നിർബന്ധം ഞാൻ അത്ര വിലമതിക്കാറില്ല. മഴ എൻ്റെ ആത്മാവിൽ പ്രകൃതി നൽകുന്ന സംഗീതമാണ്. നിങ്ങളും അപ്രകാരം ആസ്വദിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആധുനിക ക്രിസ്തീയ വിശ്വാസഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയൊരു വൈകല്യം അത്ഭുതങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരുടെ വിശ്വാസഹീനതയാണ്. പലരുടെയും വിശ്വാസം അത്ഭുതങ്ങൾ നടക്കുന്നത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. അത്ഭുതം നടക്കുന്നിടത്തെല്ലാം ദൈവം പ്രവർത്തിക്കുന്നു. മറ്റുള്ള ഇടങ്ങളിലൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ഭൗതികമായ മോഹങ്ങൾ, വലിയ വലിയ മോഹങ്ങൾ, പൊളിച്ചു പറഞ്ഞാൽ പണക്കൊതി, മാനിക്കുകയും ചെയ്യണം എന്ന ഒരു ധാരണ നമ്മുടെ ഇടയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതാണ്. ഇത് പലരും വിശ്വാസത്തിൻ്റെ പ്രവർത്തനമായി കരുതുമ്പോൾ ഞാനതിനെ വിശ്വാസഹീനതയുടെ ഒരു രോഗലക്ഷണമായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ഈ ഒരു തരുണത്തിൽ ചിന്തിക്കുന്നത് പ്രയോജനകരമാകും. ഞാൻ അതിനാധാരമായി ഒന്ന് രണ്ട് വേദപുസ്തക ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആദ്യമായി ശ്രമിക്കട്ടെ. ആദ്യമായി മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. അനന്തരം പരീശന്മാർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അടയാളം. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അപ്പോൾ ഇവിടെ പരീശന്മാരുടെ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോഴത്തെ മതപരമായ ഫാഷനായ അതന്നുമുണ്ടായിരുന്നു. പരീശന്മാരുടെ ഈ അടയാളം അന്വേഷിച്ചിട്ടുള്ള വരവ്, ഈ അടയാളങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാം എന്ന ഈ നിർബന്ധം, അത് ആത്മീയമായ ഒരു വിധത്തിലും സ്വീകരിക്കപ്പെടാവുന്നതല്ല എന്നത് സംശയാതീതമായി യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അടയാളം അന്വേഷിച്ച് വരുന്നവർക്ക് അടയാളം നൽകിയില്ല. നാം വിചാരിക്കും ഈ പരീശന്മാർ അടയാളം അന്വേഷിച്ച് വന്നു, അവർ യേശുവിൻ്റെ പ്രതിദ്വന്ദികളാണ്, ഒപ്പോണൻസാണ്, പ്രതിപക്ഷമാണ്. എന്നാൽ ഒരടയാളം കാണിച്ച് അവരെ തൻ്റെ പക്ഷത്ത് ചേർക്കുന്നതായിരുന്നില്ലേ ബുദ്ധി എന്ന് നമുക്ക് തോന്നും. കാരണം ലൗകികമായി അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ യേശു അത്ഭുതവും അടയാളവും എന്നത് ഒരു സർക്കസ് പോലെ ഉപയോഗിക്കപ്പെടരുത് എന്ന് വളരെയധികം താല്പര്യപ്പെട്ടിരുന്നു, നിർബന്ധിച്ചിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ആ അഭിപ്രായത്തിൽ നിന്ന് യേശു അല്പം പോലും വ്യതിചലിച്ചില്ല എന്ന് നാം പ്രത്യേകമായി കരുതേണ്ടതാണ്.
ഇനിയും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 24-ാം വാക്യം അത് കേട്ടിട്ട് പരീശന്മാർ, യേശു ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുന്നു എന്നത് കേട്ട്, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നത് കേട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞത് വ്യക്തമാണല്ലോ. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ അത് ഭൂതങ്ങളുടെ തലവനായ അധിപനായ ബെൽസെബൂലിനെ കൊണ്ടാണ് അങ്ങനെ സാധ്യമാകുകയുള്ളൂ. കാരണം എന്താണ്? ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ ഭൂതത്തലവനായിരിക്കണം, കള്ളന്മാരുടെ മേൽ അധികാരമുള്ളവൻ കള്ളത്തലവനായിരിക്കണം, കൊള്ളക്കാരുടെ മേൽ അധികാരമുള്ളവൻ കൊള്ളത്തലവന്മാരായിരിക്കണം. ഇത് ഭൗതികമായ ഈ ലോകത്തിൻ്റെ നിയമമാണ്. അതനുസരിച്ച് ചിന്തിക്കുമ്പോൾ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് മാത്രമാണ്. അങ്ങനെ അതാണ് അവരുടെ വിശ്വാസം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെ വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ച കാലഘട്ടത്തിൽ പരക്കെ ആളുകൾ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്നു. അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്നത് പോലെ ഭൂതങ്ങളിലും വിശ്വസിച്ചിരുന്നു. അന്നത്തെ വിശ്വാസം എന്തായിരുന്നു? അത്ഭുതങ്ങൾ നടക്കും, സംശയമില്ല. എന്നാൽ ദൈവത്തിന് മാത്രമല്ല അത്ഭുതം നടത്താൻ കഴിവുള്ളത്. സാത്താനും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനുള്ള കഴിവുണ്ട്. ഇത് അന്ന് എപ്രകാരം പ്രസക്തമാണോ അപ്രകാരം തന്നെ ഇപ്പോഴും പ്രസക്തമാണ്. അത്ഭുതങ്ങൾ നടക്കും. എന്നാൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മാത്രമല്ല വിളിച്ചറിയിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നടന്ന അത്ഭുതം ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്നതിന് ആത്യന്തികമായ ഒരു തെളിവുമില്ല. ആ സംഭവം നടന്നത് ദൈവത്തിൻ്റെ കഴിവ് കൊണ്ടാകാം, സാത്താൻ്റെ ഇടപെടൽ കൊണ്ടാകാം, രണ്ടുമാകാം. ഇത് തമ്മിൽ തിരിച്ചറിയുവാനുള്ള കഴിവ് പലപ്പോഴും ക്രിസ്ത്യാനിക്കില്ലാതെ പോകുന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ മാതൃക നാം പരിശോധിക്കുമ്പോൾ യേശു മനഃപൂർവ്വം നമ്മുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ പരസ്യത്തെ കൊതിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇത് മതമേഖലയിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു പരീക്ഷയാണ്, ഒരു വലിയ ടെംപ്റ്റേഷനാണ്, ഒരു ബലഹീനതയാണ് എന്നത് യേശുവിൻ്റെ പരീക്ഷയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്ന 3 വിധങ്ങൾ നോക്കിയാൽ അത് 3ഉം അത്ഭുതങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടത് 2ാമത്തെ അത്ഭുതമാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ മത്തായിയുടെ 2 ലൂക്കോസിൻ്റെ 3 ആകുകയും ലൂക്കോസിൻ്റെ 3 മത്തായിയുടെ 2 അങ്ങനെ നിൽക്കട്ടെ. അത് സംഭവം എന്താണ്? സാത്താൻ യേശുവിനെ കൊണ്ട് യെരുശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിർത്തി അവിടെ നിന്ന് താഴോട്ട് ചാടുവാൻ പറഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ ദൈവം കാത്തുകൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്കൊരു അബദ്ധവും വരികയില്ല, ജനം ഉടനെ ഇത് കണ്ട് നിൻ്റെ പുറകെ വരും. അത് ഒരു വലിയ പരീക്ഷയാണ്, ഒരു ടെംപ്റ്റേഷനാണ്. എന്താണ്? മതമേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഒരു കുറുക്കു വഴിയായി ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുക, അവരുടെ കണ്ണഞ്ചിപ്പിക്കുക, ഈ ഒരു സാമീപ്യം എക്കാലത്തും പ്രവർത്തിച്ചിരുന്നു. യേശു അതിനെ അല്പം പോലും സ്വീകരിച്ചില്ല എന്ന സത്യം ക്രിസ്ത്യാനി മനസ്സിലാക്കണം. എന്നാൽ യേശു അത്ഭുതങ്ങൾ വിശ്വസിച്ചിരുന്നു. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവോ? അവിടെയാണ് പ്രശ്നം.
യേശു മനുഷ്യർക്ക്, അതായത് കഷ്ടതയിലും പ്രയാസത്തിലും കണ്ണുനീരിലും ദുഃഖത്തിലും ആണ്ടുപോയ ആളുകൾക്ക് ആശ്വാസം പകർന്നു. ആ ആശ്വാസം പകർന്നത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയുടെ ധാരാളിത്തം കൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ദൈവീകത കൊണ്ടാണ്. യേശു താനൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന ബോധ്യത്തോടെ എന്തെങ്കിലും ചെയ്തതായി വചനം പറയുന്നില്ല. എന്നാൽ യേശു വ്യക്തികളുടെ പ്രയാസത്തോടും പ്രതിസന്ധികളോടും അരിഷ്ടതകളോടും കഷ്ടപ്പാടുകളോടും സർഗാത്മകമായി പ്രതികരിച്ചപ്പോൾ അതിൻ്റെ ഫലമായി അവർ അനുഭവിച്ചത് അവരുടെ കണ്ണിൽ, ലോകത്തിൻ്റെ കണ്ണിൽ അത്ഭുതമായി തോന്നാനിടയായി. അവരുടെ കണ്ണിൽ അത് അത്ഭുതമായി. യേശു അത്ഭുതമല്ല പ്രവർത്തിച്ചത്, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന ഘടകമായ സഹാനുഭൂതി, അനുകമ്പ, കമ്പാഷൻ, അതിൻ്റെ നന്മ ഈ അവസ്ഥയിലിരിക്കുന്ന ആളുകളിലേക്ക് പ്രവഹിക്കുവാനിടയായപ്പോൾ അവർക്ക് അത്ഭുതകരമായ വിടുതലുണ്ടായി. അത് സത്യമാണ്, വിടുതലുണ്ടായി, സത്യമാണ്, യാതൊരു സംശയമില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഒരു രോഗി യേശുവിനോട് പറയുമ്പോൾ അത് സത്യമാണ്, യാതൊരു ഞാനതിനെ 100% വിശ്വസിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ കണ്ണിൽ താനൊരു അത്ഭുതം പ്രവർത്തിച്ചതായി ഒരിക്കലും യേശുവിന് തോന്നിയിട്ടില്ല. മാത്രവുമല്ല, അങ്ങനെ മറ്റാരും തോന്നരുത് എന്ന നിർബന്ധവും യേശുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു പലപ്പോഴും പറയുന്നത്, നോക്കൂ, ഇത് നിങ്ങൾ ആരോടും പറയരുത്. അതുകൊണ്ട് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് യേശുവിൻ്റെ സമീപനവും ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമീപനവും തമ്മിലുള്ള നാടകീയമായ വ്യത്യാസമാണ്. ഡ്രമാറ്റിക് ഡിഫറൻസ്, റാഡിക്കൽ ഡിഫറൻസ്. യാതൊരു വിധത്തിലും പൊരുത്തമില്ലാത്ത രണ്ട് പ്രതിഭാസങ്ങളാണിവ എന്ന് ദയവായി മനസ്സിലാക്കുക. ഇന്നെന്താണ്? ഇന്ന് ഒരു വലിയ പരസ്യമാണ്. അത്ഭുതം എന്നത് ഒരു വലിയ പരസ്യമാണ്. എവിടെയൊക്കെ പരസ്യമുണ്ടോ അവിടെയൊക്കെ വലിയ ലാഭമുണ്ട്, അവിടെ വലിയ പണക്കൊയ്ത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവർ കോടീശ്വരന്മാരാകുന്നു. യേശുവോ നേരെ മറിച്ചാണ്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം നാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ മറ്റൊരു വശം കൂടെ ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ആളുകൾ അത്ഭുതങ്ങളുടെ എന്താണ് പറയുന്നത്, ബെനിഫിറ്റ്, അതിൻ്റെ ലാഭം, അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടതിന് അത്ഭുതം പ്രവർത്തിക്കുന്ന ആളുകൾ സ്ഥാപിക്കുന്ന കടകളിൽ പോയി അത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ല നാം ചിന്തിക്കുന്നതെങ്കിലും വാസ്തവം അതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ മാതൃക പരീക്ഷിച്ചാൽ മനസ്സിലാകും. യേശു എവിടെയെങ്കിലും ഒരു വലിയ മീറ്റിംഗ് കൂടി, അവിടെ വലിയ പരസ്യം നടത്തി, അവിടെ വലിയ മൈക്കും ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്ത് ആളുകളെ കൊണ്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി, കോലാഹലമുണ്ടാക്കി ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച് ഒരു സിനിമ നടത്തുന്നത് പോലെ ഒന്നും നടത്തിയില്ല. നമുക്കറിയാം നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് നടക്കുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളവും അവൻ ഓടി നടന്ന് മനുഷ്യർക്ക് നന്മ ചെയ്തു. ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. യേശു ഓടി നടന്ന് മനുഷ്യർക്ക് നന്മ ചെയ്തു. ഇന്നത്തെ അത്ഭുത രോഗശാന്തി വിദഗ്ധർ മനുഷ്യർ അവരിലേക്ക് ഇരച്ച് ചെല്ലണമെന്ന് താല്പര്യപ്പെടുമ്പോൾ യേശു നേരെ മറിച്ചാണ്. അവൻ പ്രയാസപ്പെടുന്ന കഷ്ടതയിലിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി. ചിലർ യേശുവിനെ അന്വേഷിച്ച് വന്നു. അത് മറ്റൊരു കാര്യമാണ്. അത് ഞാൻ പറയുന്നതിന് വിരുദ്ധമല്ല. അതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ പരസ്യം
ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ പരസ്യത്തെ ലാക്കാക്കി യേശു ഒരു വാക്ക് പറയുകയോ ഒരു ചുവട് നടക്കുകയോ ഒരു പ്രവൃത്തിയോ ചെയ്തിട്ടില്ല എന്നത് 4 സുവിശേഷങ്ങളും സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്. എന്നാൽ ഇന്ന് അത്ഭുത രോഗശാന്തി നടക്കുന്നത് ആദ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, പരമമായ ലക്ഷ്യം പരസ്യവും പരസ്യത്തിൽ കൂടെ പ്രാപിക്കാവുന്ന ധനലാഭവുമാണ് എന്നത് തിരിച്ചറിയുവാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമല്ല. അത് വളരെ വളരെ സ്പഷ്ടമായ പ്രകടമായ ഒരു യാഥാർത്ഥ്യമാണ്. ആദിമകാലങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, അവരോട് ആളുകൾ പറയുന്ന, അവർ നടന്നു പോകുന്ന ഇടങ്ങളിൽ അവരുടെ വസ്ത്രത്തിൻ്റെ നിഴൽ ജനങ്ങളുടെ മേൽ പതിച്ചാൽ അവർക്ക് രോഗശാന്തി ഉണ്ടാകുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും അത്ഭുതങ്ങൾ ഒരു കച്ചവടമാക്കി ആരും മാറ്റിയില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വശത്ത് യേശു ഓടി നടന്ന് നന്മ ചെയ്യുന്നു, മറുവശത്ത് യേശുവിൻ്റെ പേരിൽ അത്ഭുത രോഗശാന്തി വിദഗ്ധർ അവരുടേതായ ടെൻ്റടിച്ച് ഒരു കച്ചവടം പോലെ ഇത് പരസ്യത്തിൻ്റെ അകമ്പടിയോടെ നടത്തി അതുകൊണ്ട് ലാഭമുണ്ടാക്കുന്നു. ഇത് തമ്മിൽ ദയവായി പറയുക, ഇത് തമ്മിൽ എന്താണ് സാമ്യം? എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി അത്ഭുത രോഗശാന്തി നടത്തി, യാതൊരു സംശയവുമില്ല. എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടാക്കുവാനോ ഏതെങ്കിലും വിധത്തിൽ അവൻ്റെ ഖ്യാതി പടരത്തക്കവണ്ണം അതിനെ ദുരുപയോഗം ചെയ്യുവാനോ ജനങ്ങളെ വശീകരിക്കുവാനോ ഈ ഒരു സമീപനം നടത്തിയില്ല എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യേശു അത്ഭുതങ്ങൾ ഉപയോഗിച്ച് ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്താണ് എന്ന് തെളിയിക്കാനും ശ്രമിച്ചില്ല, എന്ന് പറയാനും ശ്രമിച്ചില്ല. നമ്മളിപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്നത് വിശ്വസിക്കുന്നത് ആകെപ്പാടെ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത്ഭുതങ്ങളുണ്ടോ ഞങ്ങൾ വിശ്വസിക്കാം, അത്ഭുതങ്ങളിലെയോ പ്രയാസമാണ്. അതേ മനസാക്ഷിയോടുകൂടെയാണ് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ സമീപിച്ചത്. ഞാൻ ആ ഭാഗം അതുകൊണ്ടാണ് പ്രത്യേകമായി വായിച്ചത്. അവർ യേശുവിനെ സമീപിക്കുമ്പോൾ യേശു അവരെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടയാളം ലഭിക്കുകയില്ല. കാരണം അടയാളങ്ങൾ ഇല്ലാതെ വിശ്വസിക്കാൻ കഴിയാത്തവൻ വിശ്വാസിയല്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നവർ ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത്, അത്ഭുതങ്ങളെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അത്ഭുതം നിലയ്ക്കുമ്പോൾ അവർ വിട്ടുപോകുന്നത്. കാരണം അവർ വിശ്വസിച്ചത് അത്ഭുതമാണ്. അത്ഭുതങ്ങൾ മരിച്ചുപോയി അല്ലെങ്കിൽ നിലച്ചുപോയി അല്ലെങ്കിൽ വരണ്ടുപോയി, ഇതാ ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ പോവുകയാണ്, നിങ്ങളിന്നാ പിടിച്ചോ, ഈ ഒരു സമീപനം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും മനുഷ്യർ വിശ്വസിച്ചത് ദൈവത്തിലല്ല അത്ഭുതത്തിൽ മാത്രമാണ്. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ദൈവീകമായ ഒരു പരിവേഷം ഇതിന് കൊടുത്ത് നടത്തുന്നത് കൊണ്ട് വ്യാപകമായ ഒരു വലിയ തെറ്റിദ്ധാരണ ഇവർ നിർമ്മിക്കുകയാണ്. അതായത് എവിടെയെങ്കിലും അത്ഭുതം നടന്നാൽ അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ വരുമ്പോൾ അത്ഭുതം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അത് നമ്മുടെ കാലത്ത് ഭൂരിപക്ഷവും നാടകമാണ്, ഡ്രാമയാണ്, വെറും വഞ്ചനയാണ്. അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ദൈവ പ്രതിപുരുഷന്മാരാണ്, അവർക്ക് വലിയ ബഹുമാനവും സ്ഥാനവും. എന്നാൽ ദൈവപുത്രനായ യേശുവിന് പണം വേണ്ടായിരുന്നു. പിന്നെ ഇവർക്കെന്താണ് പണം വേണ്ടത്? എന്തുകൊണ്ടാണ് ഇവരെല്ലാം പണക്കൊതിയന്മാരായത് എന്നത് ജനം ചോദിക്കുന്നില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകുവാനുള്ള സാധ്യത വരാത്ത വിധത്തിലാണ് ഇതൊക്കെയും സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിന് ഇങ്ങനെ ചെയ്യുന്നവർ വളരെ കൂർമ്മബുദ്ധിയുള്ളവരാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഞാൻ സമ്മതിക്കുന്നു, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുതത്തെ പറ്റിയുള്ള വലിയ ഒരാവേശം, അതിൽ ദൈവമുണ്ട് എന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നുമുള്ള ഈ വലിയ തെറ്റിദ്ധാരണ നാം മാറ്റണം. യേശുവിൻ്റെ കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത് പോലെ
ആ വിശ്വാസത്തെ യേശു ചോദ്യം ചെയ്യുന്നില്ല എന്നത് വ്യക്തമാണ്. ദൈവം മാത്രമല്ല, സാത്താനും അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുകയില്ല എന്ന് ഞാൻ പറയുകയില്ല. നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടന്നാൽ നാം വളരെ വ്യക്തമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ നടന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണോ അതോ സാത്താൻ്റെ പ്രവൃത്തിയാലാണോ? ഇത് തമ്മിൽ തിരിച്ചറിയാനൊരു മാർഗമുണ്ട്. മാർഗം എന്താണ്? ദൈവികമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ തങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് എന്നതിനെപ്പറ്റി യാതൊരു ബോധ്യവും ഉണ്ടാകുന്നവരല്ല. അവർ തങ്ങളെ തന്നെ മറന്ന് വ്യക്തികളുടെ ജീവിതത്തിലെ അരിഷ്ടതകളും പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതിന് അവരുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന അനുകമ്പ അനുസരിച്ച് പ്രതികരിക്കുമ്പോൾ ജനത്തിന് ആശ്വാസമുണ്ടാകും. ഇതിന് തുടർച്ചയായി പറയേണ്ടത്, ദൈവികമായ ശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വിധത്തിലും പണക്കൊതി ഉണ്ടാകുകയില്ല. ആ പ്രവൃത്തിയിൽ നിന്ന് ഒരു രൂപ ഉണ്ടാക്കുവാൻ അവർ ശ്രമിക്കുകയില്ല എന്നത് വളരെ വളരെ വ്യക്തമായി നാം ധരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പേരിൽ എവിടെയൊക്കെ ആളുകൾ പണക്കൊതി പൂണ്ട് പണം കൊയ്യാനായി നടക്കുന്നു, അവർ 100% പൈശാചിക പ്രവർത്തകരാണ് എന്നത് തിരിച്ചറിയുക. പിശാചിന് അയാഥാർത്ഥ്യത്തെ, അൺറിയാലിറ്റി ആ യാഥാർത്ഥ്യം അത് സത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവന് പിശാചെന്ന്, സാത്താനെന്ന് പറഞ്ഞാൽ അസത്യത്തെ സത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവുള്ളവനാണ് സാത്താൻ. അതുകൊണ്ടാണ് അവൻ അസത്യത്തിൻ്റെ പിതാവെന്ന് പറയുന്നത്. പിതാവെന്ന് പറഞ്ഞാൽ ഈ അസത്യത്തെ സത്യമായി ജനിപ്പിക്കുക, അവതരിപ്പിക്കുക, അതിനൊരു കഴിവുള്ളവനാണ്. സാധാരണ ആളുകളെക്കാൾ അതിന് വലിയ വലിയ കഴിവ് വേണമെന്ന് നിങ്ങൾക്കറിയാം. അതിനാർക്കൊക്കെ കഴിവുണ്ടോ അവരെല്ലാം പൈശാചികമായി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഇനി ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങൾ, അതിനെപ്പറ്റി 1-2 വാക്കുകൾ പറയട്ടെ. യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് അത്ഭുതമെന്നത് അതിന് 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, അത് പ്രകൃതി വിരുദ്ധമായിരിക്കണം. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് സ്വാഭാവികമാണ്, നാച്ചുറലാണ്. അത് അത്ഭുതപരമല്ല, അത് അത്ഭുതമല്ല, മിറാക്യുലസ് അല്ല. 2, അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് ഇഫക്റ്റ്. ഇന്ന കാരണം അതിൻ്റെ ഫലം, കോസ് ആൻഡ് ഇഫക്റ്റ്, ഈ ബന്ധത്തെ ഇല്ലാതാക്കുന്നതാണ്. മിറക്കിൾസ് ആർ നോട്ട് ഗവേൺഡ് ബൈ ദ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ പ്രകൃതിയിൽ നമ്മളൊരു മാങ്ങാണ്ടി കുഴിച്ചിട്ടു, അത് മുളച്ച് വളർന്ന് അതൊരു വലിയ വൃക്ഷമായി. അതൊരു അത്ഭുതമല്ലേ? എന്നിട്ട് കുറേ കഴിയുമ്പോൾ അത് നിറച്ച് മാങ്ങയുണ്ടാകുന്നു. ഈ മരം നിൽക്കുന്ന മണ്ണിന് യാതൊരു രുചിയുമില്ല, അല്ലെങ്കിൽ മധുരമില്ല. മാങ്ങയ്ക്ക് എന്തൊരു മധുരമാണ്! അത് അത്ഭുതമല്ലേ? അത് അത്ഭുതമല്ല, കാരണം അത് പ്രകൃതിയിൽ നടക്കുന്നതാണ്. വാസ്തവത്തിൽ ഞാൻ ഇത് പരിഗണിക്കുമ്പോൾ ഇത് അത്ഭുതമായിട്ട് ഒരു മാങ്ങ ഞാൻ കയ്യിലെടുക്കുമ്പോൾ ഇതെന്തൊരു അത്ഭുതമാണ്, എൻ്റെ കയ്യിൽ ഇത് അത്ഭുതം ഇരിക്കുന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ മാങ്ങ ചെത്തി മുറിച്ച് അത് നന്നായി ആസ്വദിച്ച് കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത്ര സാധ്യമല്ല. കാരണം ഷുഗർ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഡിസീസ് എന്നിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വേണ്ടതുപോലെ പ്രാബല്യം പ്രാപിച്ചില്ല. പക്ഷേ പ്രകൃതി നന്നായി ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അത് മറ്റൊരു കഥയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനെ നാം ഒരിക്കലും ഒരത്ഭുതമായി കാണുകയില്ല. മറ്റൊരത്ഭുതം പറഞ്ഞാൽ, നമ്മൾ വെള്ളം കുടിക്കുന്നു. ഈ വെള്ളത്തിനകത്ത് കണികകൾ, മോളിക്യൂൾസ് ഉണ്ട്. ഒരു വാട്ടർ മോളിക്യൂൾ 2 atoms of hydrogen and 1 atom of oxygen. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും ക്വാളിറ്റീസ് അറിയാം. ഇതിന് ഒന്നിനും വെള്ളത്തിൻ്റെ ഗുണമില്ല. പക്ഷെ അത് രണ്ടും ചേർന്നാൽ വെള്ളമായി തീരും.
നമ്മുടെ ദാഹം ശമിക്കും. ഓക്സിജൻ കൊണ്ടോ ഹൈഡ്രജൻ കൊണ്ടോ നമ്മുടെ ദാഹം ശമിക്കുകയില്ല. ഇതൊരു അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ് അത്ഭുതം? നിങ്ങൾ പറയൂ. അങ്ങനെ എവിടെ നോക്കിയാൽ, പിന്നെ മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയാൽ, നമ്മുടെ കണ്ണ്, ഒരു കൊച്ചു പട്ടണം വയർ ചെയ്യാനുള്ള വയറിങ് നമ്മുടെ ഒരു കണ്ണിലുണ്ട്. അത് അത്ഭുതമല്ലേ? നമ്മുടെ ഉള്ളിലൊരു പമ്പ് പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ഹൃദയമെന്ന് പറയും, ഹാർട്ട്. ഒരിക്കലും നിലയ്ക്കാതെ 70 വർഷം 80 വർഷം 100 വർഷം പ്രവർത്തിക്കുന്ന ഒരു പമ്പ്, അത് അത്ഭുതമല്ലേ? എന്ന് മാത്രവുമല്ല, ഈ പമ്പിൻ്റെ പ്രവർത്തനശേഷി 0.5 ഹോഴ്സ് പവർ തൊട്ട് ½ ഹോഴ്സ് പവർ വരെ അതിൻ്റെ വേരിയേഷനുണ്ട്. അങ്ങനെ ഒരു പമ്പ് മനുഷ്യന് നിർമ്മിക്കാൻ സാധ്യമല്ല, ആര് നോക്കിയാലും സാധ്യമല്ല. അത് അത്ഭുതമല്ലേ? അതുപോലെ മനുഷ്യൻ്റെ നട്ടെല്ല്, നിങ്ങൾ ഏതെങ്കിലും ഒരു തൂണ്, ഭാരം വെക്കാവുന്നൊരു തൂണ്, അത് അനങ്ങി അത് വഹിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ആലോചിക്കാം. സംതിങ് ദാറ്റ് ക്യാൻ മൂവ് ആൻഡ് ക്യാരി വെയ്റ്റ്, അത് സാധ്യമല്ല, ഉണ്ടാക്കാൻ സാധ്യമല്ല. നമ്മുടെ നട്ടെല്ല് അങ്ങനെയാണ്. ഏത് സൈഡിലോട്ട് നമുക്ക് തിരിയാൻ കഴിയും, ഭാരം എടുത്തുകൊണ്ട് നടക്കാനും കഴിയും. ഇതെല്ലാം അത്ഭുതം. നമ്മുടെ ശരീരം മുഴുവനും അത്ഭുതമാണ്. നമുക്ക് ലങ്സ് ഉണ്ട്, ശ്വാസം വലിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ ലങ്സ് എടുത്ത് ഒന്ന് പരത്തിയാൽ, വേണ്ടതുപോലെ പരത്തിയാൽ ഒരു ഫുട്ബോൾ ഫീൽഡ് കവർ ചെയ്യും. അത് അത്ഭുതമല്ലേ? നമ്മുടെ ശരീരത്തിലെ രക്തധമനികൾ, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്, അത് ഒന്നിന് ശേഷം ഒന്നായി ഇങ്ങനെ കെട്ടിവെച്ചാൽ ഈ ഭൂമിക്ക് ചുറ്റും കറങ്ങാം. എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? നമ്മുടെ തലച്ചോറ് അത്ഭുതമല്ലേ? അത്ഭുതമല്ലാത്തത് എന്തുണ്ട്? പക്ഷെ നാം അതിനെ അത്ഭുതമായി കാണുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, 139 സങ്കീർത്തനം 13-14 വാക്യങ്ങളാണ് എൻ്റെ ഓർമ്മ. ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചു. ഭയങ്കരവും അതിശയമായി നീ എന്നെ സൃഷ്ടിച്ചു. ഞാനതുകൊണ്ട് നിന്നെ വാഴ്ത്തുന്നു. ഐ പ്രൈസ് യു ബിക്കോസ് യു ഹവ് മെയ്ഡ് മീ ഫിയർഫുള്ളി ആൻഡ് മിറാക്യുലസ്ലി. അതൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ നമുക്കത് വിലയില്ല. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. എൻ്റെ ചിന്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ വ്യക്തിത്വമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വമാണ്. പക്ഷേ നാം അതിനെ വിലമതിക്കുന്നില്ല. നാം അതിനെ വിലമതിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നാം എപ്രകാരം ഏത് തോതിൽ ഇതിനെ അവഗണിക്കുന്നു, നാം ആയിരിക്കുന്ന അത്ഭുതത്തെ അവഗണിക്കുന്നു, അതേ തോതിൽ നാം നമുക്ക് ബാഹ്യമായതിനെ ആശ്രയിക്കുകയും അതിനോട് അടിമത്തം പാലിക്കുകയും മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ പുറകെ ഓടി നടക്കുന്ന തെണ്ടികളായി തീരുകയും ചെയ്യും. നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ, അതിൻ്റെ ഉള്ളടക്കം, ആശയങ്ങൾ, ദർശനം, അവൻ്റെ പഠിപ്പീരുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യം മുതൽ അവസാനം വരെ ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട, ദൈവം അവന് കൽപ്പിച്ചിട്ടുള്ള, നൽകി കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് പ്രാപിക്കാതെ ആരൊക്കെ കഴിയുന്നു അവർ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിമകളാണ്. ഇപ്പം നിങ്ങൾ മനുഷ്യബന്ധങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് എല്ലാ ബന്ധങ്ങളിലും അടിമത്തമുണ്ട്? ഒരാൾ മറ്റൊരാളെ അടിമയാക്കിയിരിക്കും. ഈ രണ്ടു കൂട്ടരും ഞാൻ ഈ പറഞ്ഞ ആത്മീയ ആശയം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യാത്തവരാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് ദൈവം വിഭാവന ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം, അത്ഭുതത്തിൻ്റെ അത്ഭുതം. അതിനെ ആദരിക്കുന്നവർ ഒരിക്കലും മൃഗങ്ങളെപ്പോലെയോ ഭ്രാന്തന്മാരെ പോലെയോ പ്രവർത്തിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ഇപ്പോൾ ഭാരതത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. വലിയ വലിയ നേട്ടങ്ങളുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും സംഭവിക്കുന്നതെന്താണ്? മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം കുറഞ്ഞ് മനുഷ്യൻ മൃഗീയതയിലേക്ക് ആണ്ടുപോവുകയാണ്. ഈ പാതാളത്തിൻ്റെ കുഴിയിലേക്ക് ഞാൻ നരകമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അധപ്പതനമാണ്.
അത് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ എവിടെയെങ്കിലും അത്ഭുതമുണ്ടോ എന്ന് അന്വേഷിച്ച് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചോടി നടക്കും. അവനെ ചൂഷണം ചെയ്യാൻ മിടുക്കന്മാർ കാത്തിരിപ്പുണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞാടുകളെ വിഴുങ്ങാനായി പുലിയും സിംഹവും കാട്ടിലുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇടയിൽ ഈ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാരുണ്ട്. അവർ കോടീശ്വരന്മാരാകും, നിങ്ങൾ മൊണ്ണകളാകും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അത്ഭുതത്തെ അന്വേഷിച്ചുള്ള നമ്മുടെ ഈ ഭ്രാന്ത് പിടിച്ച ഓടിൻ്റെ ആകെ ഫലം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ്. നിങ്ങളിതിനെപ്പറ്റി തുടർന്ന് ചിന്തിക്കും. വേണ്ടി വന്നാൽ 1-2 വീഡിയോകൾ കൂടെ ഈ വിഷയത്തെ അനുബന്ധമായി ചെയ്യാൻ കൃപ ലഭിക്കുമെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ദയവായി ചിന്തിക്കണം. എനിക്കും അത് മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ. മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ അനുകരിച്ച് അവിടെയൊക്കെ പുറകെ ഓടി അവിടെയും പോയി ഇവിടെയും പോയി നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കരുത്. ആരും നിങ്ങളെ ചൂഷണം ചെയ്യരുത്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ആളുകൾ മലിനപ്പെടുത്തരുത്, അത് വികൃതപ്പെടുത്തരുത്, നിങ്ങൾ അപമാനിക്കപ്പെടരുത്. അത് ആ വലിയ ആഗ്രഹത്തോടെ ഞാൻ ഈ ചിന്തകൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഏവർക്കും നന്മ വരട്ടെ, നന്മ മാത്രം വരട്ടെ.